കൗമാരവും യൗവനവും എന്നും ആഘോഷങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും കാലഘട്ടമായാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ചരിത്രപരമായി നോക്കിയാൽ ഓരോ പുതിയ തലമുറയും തങ്ങളുടെ മുൻഗാമികളെക്കാൾ കൂടുതൽ സ്വതന്ത്രമായ ജീവിതശൈലികൾ പരീക്ഷിക്കുന്നവരായിരുന്നു. മദ്യവും ലഹരിയും അത്തരം ആഘോഷങ്ങളുടെ അവിഭാജ്യ ഘടകമായി ദശാബ്ദങ്ങളോളം തുടർന്നു പോന്നു. എന്നാൽ സമകാലിക ലോകത്ത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണ്. 1990കളുടെ പകുതി മുതൽ 2010കളുടെ തുടക്കം വരെ ജനിച്ചവർ അഥവാ ജെൻസി എന്ന് നാം വിളിക്കുന്ന യുവതലമുറ മദ്യത്തോടുള്ള തങ്ങളുടെ മനോഭാവത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻ തലമുറകളെ അപേക്ഷിച്ച് ജെൻസികൾക്കിടയിൽ മദ്യപാനശീലം കുറഞ്ഞു വരികയാണെന്നും അവർ കൂടുതൽ ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുകയാണെന്നും പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. മദ്യപാനത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതിനേക്കാൾ അതിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനാണ് ഇവർ താല്പര്യപ്പെടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സോബർ ക്യൂരിയസ്, സീബ്ര സ്ട്രൈപ്പിംഗ് തുടങ്ങിയ പദങ്ങൾ ഇന്ന് ലോകമെമ്പാടുമുള്ള യുവാക്കൾക്കിടയിൽ ട്രെൻഡായി മാറുന്നത്. എന്താണ് ഈ സോബർ ക്യൂരിയസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നത് പരിശോധിക്കാം. ലളിതമായി പറഞ്ഞാൽ, ലഹരിയില്ലാത്ത ഒരു ജീവിതം എങ്ങനെയുണ്ടാകും എന്ന് സ്വയം ചോദിക്കുകയും അത് പരീക്ഷിച്ചു നോക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. മദ്യപാനം നിർത്തുക എന്നത് ഒരു അഡിക്ഷന്റെ ഭാഗമായി മാത്രം കണ്ടിരുന്ന പഴയ കാലത്ത് നിന്നും മാറി ശാരീരികവും മാനസികവുമായ ഉന്മേഷത്തിനായി മദ്യം ഒഴിവാക്കുന്നതാണ് ഇവിടുത്തെ രീതി. മദ്യപിക്കാത്തവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ബോറൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരു പാർട്ടിക്കിടയിൽ മദ്യം നിരസിക്കുന്നത് ആത്മവിശ്വാസത്തിന്റെയും സ്വയം അവബോധത്തിന്റെയും അടയാളമായി ജെൻസികൾ കാണുന്നു. കേവലം ഒരു ശീലത്തിന്റെ പേരിൽ മാത്രം മദ്യപിക്കുന്നതിന് പകരം എന്തിനാണ് താൻ ഇത് കുടിക്കുന്നത് എന്നവർ ചിന്തിക്കുന്നു. ഈ ചിന്താഗതിയാണ് സോബർ ക്യൂരിയസ് എന്ന മൂവ്മെന്റിന്റെ കാതൽ. ഇവർ മദ്യപാനത്തെ പൂർണ്ണമായി വെറുക്കുന്നവരല്ല, മറിച്ച് മദ്യമില്ലാതെ തന്നെ ജീവിതത്തിലെ സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇതോടൊപ്പം തന്നെ പ്രചാരം നേടുന്ന മറ്റൊരു വിചിത്രമായ പേരാണ് സീബ്ര സ്ട്രൈപ്പിംഗ്. മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി രൂപപ്പെട്ട ഒരു സാമൂഹിക തന്ത്രമാണിത്. ഒരു ഗ്ലാസ് മദ്യം കഴിച്ചാൽ അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരിയില്ലാത്ത പാനീയമോ കഴിക്കുക എന്നതാണ് ഇതിന്റെ രീതി. കറുപ്പും വെളുപ്പും ഇടകലർന്ന സീബ്രയുടെ വരകൾ പോലെ മദ്യവും വെള്ളവും മാറി മാറി ഉപയോഗിക്കുന്നതിനാലാണ് ഇതിന് സീബ്ര സ്ട്രൈപ്പിംഗ് എന്ന് പേര് വന്നത്. ഇതിലൂടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും അമിതമായി ലഹരി ബാധിക്കാതിരിക്കാനും സാധിക്കുന്നു. പാർട്ടികളിൽ രാത്രി മുഴുവൻ സജീവമായിരിക്കാനും പിറ്റേ ദിവസത്തെ ഹാങ് ഓവർ ഒഴിവാക്കാനും ഈ രീതി യുവാക്കളെ സഹായിക്കുന്നു. മദ്യപാനത്തിന് മേൽ തങ്ങൾക്ക് പൂർണ്ണമായ നിയന്ത്രണമുണ്ടെന്ന് കാണിക്കാനുള്ള ഒരു വഴി കൂടിയാണിത്. എന്തുകൊണ്ടാണ് പുതിയ തലമുറ ഇത്തരമൊരു മാറ്റത്തിലേക്ക് ചുവടുമാറുന്നത് എന്നത് ഗൗരവകരമായ ചർച്ചകൾ അർഹിക്കുന്ന ഒന്നാണ്. ഇതിന് പ്രധാനമായും സാമൂഹികമായും ആരോഗ്യപരമായും സാമ്പത്തികവുമായും നിരവധി കാരണങ്ങളുണ്ട്. അതിലൊന്ന് സോഷ്യൽ മീഡിയയുടെ സ്വാധീനമാണ്. ജെൻസികൾ വളർന്നത് സ്മാർട്ട് ഫോണുകളുടെയും ക്യാമറകളുടെയും ലോകത്താണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പടരുന്ന മോശമായ വീഡിയോകൾ ഒരാളുടെ കരിയറിനെയോ വ്യക്തി ജീവിതത്തെയോ ദോഷകരമായി ബാധിച്ചേക്കാം. മദ്യപിച്ച് ലക്കുകെട്ട് നിയന്ത്രണം വിട്ട് പെരുമാറുന്ന തന്റെ ചിത്രം ലോകം മുഴുവൻ കാണുന്നതിനെ അവർ ഭയപ്പെടുന്നു. തങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ബോധമുള്ളവരായതുകൊണ്ട് തന്നെ പൊതുമധ്യത്തിൽ പൂർണ്ണ നിയന്ത്രണത്തോടെ നിലകൊള്ളാൻ അവർ ആഗ്രഹിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും കൂടുതൽ പെർഫെക്റ്റ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയ്ക്ക് മദ്യപാനത്തെക്കാൾ പ്രധാനം തങ്ങളുടെ ഇമേജ് തന്നെയാണ്. ആരോഗ്യബോധമാണ് മറ്റൊരു പ്രധാന ഘടകം. ഇന്നത്തെ യുവാക്കൾ മുമ്പത്തേക്കാൾ കൂടുതൽ കായികക്ഷമതയ്ക്കും ഭക്ഷണക്രമത്തിനും പ്രാധാന്യം നൽകുന്നു. മദ്യം ശരീരത്തിന് വരുത്തുന്ന ദോഷങ്ങളെക്കുറിച്ചും അത് മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. ആങ്സൈറ്റി എന്നൊരു പദം തന്നെ ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ട്. മദ്യപാനത്തിന് ശേഷം അനുഭവപ്പെടുന്ന ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവുമാണ് ഇത്. തൻ്റെ മാനസിക സമാധാനം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷം വേണ്ടെന്ന് വയ്ക്കാൻ ജെൻസികൾക്ക് മടിയൊന്നുമില്ല. ജിമ്മിൽ പോകുന്നതും ആരോഗ്യകരമായ ആഹാരം കഴിക്കുന്നതും ഒരു സ്റ്റാറ്റസ് സിംബലായി മാറുമ്പോൾ മദ്യം അതിനൊരു തടസ്സമായി അവർ തിരിച്ചറിയുന്നു. കൂടാതെ സാമ്പത്തികമായ കാരണങ്ങളും ഇതിന് പിന്നിലുണ്ട്. ആഗോളതലത്തിൽ തന്നെ ജീവിത ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വെറുതെ മദ്യത്തിന് വേണ്ടി വലിയ തുക ചെലവാക്കുന്നതിനേക്കാൾ ആ പണം യാത്രകൾക്കോ മറ്റെന്തെങ്കിലും പുതിയ അനുഭവങ്ങൾക്കോ വേണ്ടി ചെലവാക്കാൻ അവർ താല്പര്യപ്പെടുന്നു. ഈ പുതിയ ട്രെൻഡ് വിപണിയിലും വലിയ മാറ്റങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ലോകത്തിലെ പ്രമുഖ മദ്യനിർമ്മാണ കമ്പനികളെല്ലാം തന്നെ ഇപ്പോൾ സീറോ ആൽക്കഹോൾ അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് പാനീയങ്ങൾ വിപണിയിലെത്തിക്കാൻ മത്സരിക്കുകയാണ്. മദ്യത്തിന്റെ അതേ രുചി നൽകുന്ന എന്നാൽ ലഹരിയില്ലാത്ത ബിയറുകൾക്കും വൈനുകൾക്കും ഇന്ന് ആവശ്യക്കാർ ഏറുകയാണ്. റെസ്റ്റോറൻറ്റുകളും ബാറുകളും മോക്ടെയിൽ മെനുവിനായി പ്രത്യേക വിഭാഗം തന്നെ മാറ്റിവെക്കുന്നു. പല വിദേശ രാജ്യങ്ങളിലും സോബർ ബാറുകൾ എന്നറിയപ്പെടുന്ന മദ്യം വിളമ്പാത്ത നിശാ ക്ലബ്ബുകൾ പോലും സജീവമായി തുടങ്ങിയിരിക്കുന്നു. ആളുകൾ ഒത്തുകൂടുന്നത് ലഹരിക്ക് വേണ്ടിയല്ല, മറിച്ച് സംഭാഷണങ്ങൾക്കും കൂട്ടായ്മകൾക്കുമാണ് എന്ന ചിന്ത അവിടെ പ്രാവർത്തികമാക്കപ്പെടുന്നു. കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ ഈ മാറ്റം എത്രത്തോളം പ്രതിഫലിക്കുന്നു എന്നത് കൗതുകകരമാണ്.
മദ്യപാനം ഒരു ആഘോഷമാക്കി കൊണ്ടാടുന്ന നമ്മുടെ നാട്ടിലും പുതിയ തലമുറയിലെ വലിയൊരു വിഭാഗം ഈ സോബർ ട്രെൻഡിനോട് ആഭിമുഖ്യം പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് IT മേഖലകളിലും നഗരപ്രദേശങ്ങളിലും ജോലി ചെയ്യുന്ന യുവാക്കൾക്കിടയിൽ നിയന്ത്രിതമായ മദ്യപാനം അല്ലെങ്കിൽ മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുന്ന രീതികൾ കണ്ടുവരുന്നു. ഇത് സമൂഹത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. മദ്യമില്ലാത്ത ആഘോഷങ്ങൾ അസാധ്യമാണെന്ന് കരുതിയിരുന്ന തലമുറകൾക്ക് മുന്നിൽ ഒട്ടും കുറയാത്ത ആവേശത്തോടെയും ഉന്മേഷത്തോടെയും ജീവിതത്തെ ആഘോഷിക്കാൻ മദ്യം ആവശ്യമില്ലെന്ന് ഈ തലമുറ തെളിയിക്കുന്നു. ചുരുക്കത്തിൽ ജെൻസികൾ മദ്യത്തോട് നോ എന്ന് പറയുന്നത് കേവലം ഒരു ഫാഷന്റെ ഭാഗമായല്ല, മറിച്ച് തങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായാണ്. ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലൂടെ അവർ തങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നു. സോബർ ക്യൂരിയസ് ആയിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവല്ല, മറിച്ച് അഭിമാനത്തോടെ കൊണ്ടു നടക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ലഹരിയുടെ മറയില്ലാത്ത ലോകത്ത് ജീവിതം കൂടുതൽ വ്യക്തവും മനോഹരവുമാണെന്ന് അവർ ലോകത്തിന് കാണിച്ചു തരുന്നു. ഈ മാറ്റം തുടരുകയാണെങ്കിൽ ഭാവിയിലെ ആഘോഷങ്ങൾ കൂടുതൽ അർത്ഥവത്തായ സംഭാഷണങ്ങളിലും അതുപോലെ ആരോഗ്യകരമായ ശീലങ്ങളാലും സമ്പന്നമായിരിക്കും എന്നതിൽ സംശയമേയില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.